മന്ത്രിസഭയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംഘടനാ സംവിധാനത്തിലും ഉടൻ പുനഃസംഘടനയുണ്ടാകുമെന്ന സൂചനകൾ ശക്തമാകുന്നതിനിടെ സംസ്ഥാന ബിജെപി നേതൃത്വത്തിലും പുതിയ നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും സാധ്യത തെളിയുന്നു. ദേശീയതലത്തിൽ പാർട്ടിയെ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിനായി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കും കേന്ദ്രത്തിലും ദേശീയ സംഘടനയിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തമായിരിക്കുന്നത്. സാധ്യതാ പട്ടികയിൽ ആരൊക്കെ, എന്തൊക്കെ മാറ്റങ്ങളാവും ഉണ്ടാവുക? വിശദമായി പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി മാത്രമാണ്. മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ രാജിവെച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തിൽ ലഭിച്ചിരുന്ന മറ്റൊരു പ്രാതിനിധ്യം ഒഴിവായി. ഈ സാഹചര്യത്തിൽ ഒഴിവ് നികത്തുന്നതിനായി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ്. രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്ററുടെ പേരാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. പാർട്ടിയിലെ സംഘടനാ പ്രവർത്തന രംഗത്തെ ദീർഘകാല അനുഭവവും ദേശീയ നേതൃത്വവുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി വിലയിരുത്തുന്നു. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പുറമെ സംസ്ഥാനത്ത് നിന്ന് ഗവർണർ പദവിയിൽ നിലവിൽ ആരും ഇല്ലെന്നതും പുതിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്ന ഘടകമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ നിയമനങ്ങളിലും ദേശീയ സംഘടനാ ചുമതലകളിലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് പരിഗണന ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ബിജെപി ക്യാമ്പിലുള്ളത്. അടുത്ത കാലത്തായി കേരളത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചു വരുന്നതും സംസ്ഥാന നേതാക്കളുടെ പ്രതീക്ഷയ്ക്ക് കരുത്തേകുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാരെ വിജയിപ്പിക്കാൻ പാർട്ടിക്ക് സാധിച്ചതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനായതും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയതായി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾക്ക് ദേശീയതലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഘടനാ സംവിധാനത്തിൽ AP അബ്ദുള്ളക്കുട്ടിയും അനിൽ ആന്റണിയുമാണ് കേരളത്തിൽ നിന്നുള്ള പ്രധാന ഭാരവാഹികൾ. ദേശീയ തലത്തിലുള്ള പുനഃസംഘടനയുടെ ഭാഗമായി ഇവരിൽ ആരെങ്കിലും നിലവിലെ ചുമതലകളിൽ നിന്ന് മാറ്റിയാൽ പകരം മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെയും ദേശീയ ചുമതലകളിലേക്ക് പരിഗണിക്കും എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സംസ്ഥാന സംഘടനയെ നയിച്ച അനുഭവം, പാർട്ടി പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം, ദേശീയ നേതൃത്വവുമായുള്ള ഏകോപനം എന്നിവ ഇവർക്ക് അനുകൂല ഘടകങ്ങളായാണ് വിലയിരുത്തുന്നത്. അതേസമയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കും BJP ദേശീയ നേതൃത്വം തുടക്കമിട്ടിട്ടുണ്ട്. മിഷൻ 2029 എന്ന പേരിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന സംഘടനാ ശാക്തീകരണ പരിപാടിയിലൂടെ പാർട്ടിയുടെ ആശയങ്ങൾ കൂടുതൽ വ്യാപകമായി ജനങ്ങളിൽ എത്തിക്കുകയും സാമൂഹിക ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മണ്ഡലതലം മുതൽ പ്രവർത്തകരെയും നേതാക്കളെയും കൂടുതൽ സജീവമാക്കുന്ന പരിശീലന പരിപാടികളാണ് പദ്ധതിയുടെ പ്രധാന ഭാഗം. ഈ പദ്ധതിയുടെ ഭാഗമായി പാർട്ടി ആശയങ്ങൾ, സംഘടനാ പ്രവർത്തന രീതി, പൊതുജനങ്ങളുമായുള്ള ഇടപെടൽ, സാമൂഹിക വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രത്യേക പരിശീലനം നൽകും. ജൂലൈ 20-നകം എല്ലാ ജില്ലകളിലും പഠന ക്യാമ്പുകളും പരിശീലന ക്ലാസുകളും സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. കേരളത്തിലെ പരിപാടികളുടെ ഏകോപന ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, K. സോമൻ എന്നിവർക്ക് നൽകിയിട്ടുണ്ട്. സംഘടനയെ അടിത്തട്ടിൽ നിന്ന് കൂടുതൽ കരുത്തുറ്റതാക്കുകയും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ദീർഘകാല രാഷ്ട്രീയ മുന്നൊരുക്കങ്ങൾക്ക് ശക്തമായ അടിത്തറ ഒരുക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. അതേസമയം കേന്ദ്രമന്ത്രിസഭയിൽ ഉടൻ തന്നെ നിർണായകമായ അഴിച്ചുപണി ഉണ്ടായേക്കുമെന്ന സൂചനകൾ ദേശീയതലത്തിൽ പുറത്തു വന്നിരുന്നു. പ്രധാന വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമന് പകരം മുൻ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസിനെ പരിഗണിക്കും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു അപ്രതീക്ഷിത സാധ്യതയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. ആം ആദ്മി പാർട്ടി വിട്ട് അടുത്തിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന യുവ നേതാവ് രാഘവ് ചദ്ദയ്ക്കും മോദി മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കും എന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പേര് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.